ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയ മിമിക്രി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഷിനോബ്. ഞാൻ കൊടുവള്ളി സ്വദേശിയാണ്. ഈ കൊടുവള്ളിക്കാരന് ഒരു നല്ലൊരു ഗൈഡ് പ്ലീസ് എല്ലാവരും. മിമിക്രി എന്ന കഥ നമ്മൾ ടി വി കൂടെ ഇപ്പോൾ 24 ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല പല ശബ്ദാനുകരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപിടി താരങ്ങളെയും രാഷ്ട്രീയ പ്രമുഖരെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ വളർന്നു വരുന്ന ഒരു കലാകാരൻ എന്ന രീതിയിൽ, നിങ്ങളുടെ ഒരു അനിയൻ എന്ന രീതിയിൽ കണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന ഓരോ താരങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ താരങ്ങൾക്ക് കൈയടിക്കും എന്ന് പ്രതീക്ഷയുണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഒക്കെ റെഡിയല്ലേ? എന്താ ആർക്കൊരു ആവശ്യമില്ലാത്ത ഒന്നവരൊക്കെ കൈയടിക്കും. അടിപൊളി. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ചാനലാണ് ഇന്ത്യ വിഷൻ. ഈ ഇന്ത്യ വിഷനെ ന്യൂസ് ചാനൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇന്ത്യ വിഷനെ ന്യൂസ് റീഡർ മിസ്റ്റർ നികേഷ്. നമസ്കാരം. ഇന്ത്യ വിഷനെ ന്യൂസ് അവതരിപ്പിക്കും മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ നികേഷ് കുമാർ. കല്യാണം കഴിച്ചിട്ടില്ല, 2 കുട്ടികൾ. ക്ലാസ്മേറ്റ് എന്ന ചലച്ചിത്രം വളരെ വിജയകരമായിരുന്നു. ഇതിന്റെ സംവിധായകൻ ശ്രീ ലാൽ ജോസ് സ്റ്റുഡിയോയിലുണ്ട്. ലാൽ ജോസ്, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഈ ക്ലാസ്മേറ്റ് എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഈ ക്ലാസ്മേറ്റ് അതിൽ കാവ്യമാധവന് അഭിനയിക്കുണ്ടായി. ക്ലാസ്മേറ്റിൽ നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ട് പൃഥ്വിരാജിന്റെ ജ്യേഷ്ഠൻ കൂടിയായ ശ്രീ ഇന്ദ്രജിത്ത് സ്റ്റുഡിയോയിലുണ്ട്. ഇന്ദ്രജിത്ത്, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? 10-20 കൊല്ലമായിട്ട് നമ്പീഷൻ സർവീസ് കയറിയിട്ട് ഇങ്ങനെയാണ് പ്രതികൾ ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ട് മാറുന്നില്ലേ? നമുക്ക് സ്റ്റുഡിയോ തിരിച്ചു വരാം. ക്ലാസ്മേറ്റിലെ നായകൻ ശ്രീ പൃഥ്വിരാജ് സ്റ്റുഡിയോയിലുണ്ട്. പൃഥ്വിരാജ്, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? തള്ളി തോൽപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ വന്നതല്ല, ഞാൻ ജീവിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി സമ്മതിക്കുന്നത്. താങ്കൾക്ക് ഇപ്പോൾ വളർന്നു വരാം. നമുക്ക് സ്റ്റുഡിയോയിൽ തിരിച്ചു പോവുകയാണ്. ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല മജീഷ്യനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊണ്ട് ശ്രീ ഗോപിനാഥ് മുതുകാട് സ്റ്റുഡിയോയിലുണ്ട്. ഗോപിനാഥ് മുതുകാട്, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? വിഷ്ണു അങ്ങളുടെ കൈകളിൽ മാത്രം ശ്രദ്ധിക്കുക. അങ്ങളുടെ കൈ മോട്ടീവ്സ് കാർഡാണ് ഉള്ളതാണ്. റൈറ്റ്. ഈ 3 കാർഡ്സും അങ്ങളുടെ മുകളിലേക്ക് എറിയാൻ പോയാണ്. ഇപ്പോൾ അങ്ങളുടെ കൈ ഒരു കാർഡ്സും ഇല്ല. ദ മാജിക് ഓഫ് ദ കാർഡ്സ് ഓഫ് ദ കാണാണ്ടായിപ്പോകൽ എന്നാണ് ഈ മാജിക്കിന്റെ പേര്. താങ്ക്സ്. നമുക്ക് സ്റ്റുഡിയോ തിരിച്ചു വരാം. ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊണ്ട് ശ്രീ MG ശ്രീകുമാർ സ്റ്റുഡിയോയിലുണ്ട്. MG ശ്രീകുമാർ, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? വെൽക്കം ബാക്ക്. തരികിട പതിനിസ് ഇല്ല മാന്യ പ്രേക്ഷകർക്ക് തരികിടയിലേക്ക് സ്വാഗതം കിട്ടും. ഞാനൊരു ചോദ്യം ചോദിക്കും. ചോദ്യം ഇതാണ്: മേരി അധൂരി മേരി എന്താണ് ഊരിയത്? ഇതാണ് ഒരു ചോദ്യം. അടിപൊളി പ്രോഗ്രാമാണല്ലേ? എന്റെ കാര്യം എപ്പോഴും പറയും കിട്ടും. നമുക്ക് ശരി തിരിച്ചു വരാം. ഇപ്പോൾ കിട്ടിയ വാർത്ത, മലയാള സിനിമാ താരങ്ങളെ ഒന്നടങ്കം ഭീകര റാഞ്ചി എന്ന റിപ്പോർട്ടാണ്. 2020 എന്ന സിനിമയുടെ 2ാം ഭാഗമായ 50-50 എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് സിനിമാ താരങ്ങളെ കാണാതായിരിക്കുന്നത്. ഇതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് നമസ്കാരം. ഇത് ജനാർദ്ദനൻ എല്ലാവരും കൈയടിച്ച് അടിപൊളി. ഈ പടത്തിൽ അമ്മാവിന്റെ വേഷം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. മധുസാറിന്റെ അമ്മാവിന്റെ വേഷം ചെയ്യണം. കടുവാശ്ശേരി മാധവമേനോന്റെ മുറ്റത്ത് കാല് കുത്തുന്ന വണ്ടി, മുട്ടുകാൽ തല്ലിടിക്കുന്ന വണ്ടിയാണോ? ഈ പടത്തിൽ അമ്മാന്റെ വേഷം ചെയ്യാൻ ഞാൻ തീരുമാനിക്കും. എടോ ലാലുലസ്, താൻ ഈ പടത്തിൽ അമ്മാന്റെ വേഷം ചെയ്യണം. കഴിഞ്ഞ 6 വർഷം ഞാൻ അനുഭവിച്ച ടെൻഷൻ അതെനിക്ക് മാത്രമേ അറിയൂ. ഒരു വട്ടം പോലീസുകാരെ പമ്പറപ്പെട്ടികളാക്കി കൊണ്ടവൻ കിടന്നു കളഞ്ഞെന്നോ? വാട്ട് നോൺസെൻസ് ടോക്കിംഗ് അറിയൂ മിസ്റ്റർ രാജശേഖരൻ. വിത്തിൻ 24 hours അവന്റെ കൈകളിൽ വിറങ്ങി വീഴ്ത്തണം. ദിസ് ഇസ് മൈ റിക്വസ്റ്റ് ആൻഡ് ഓർഡർ. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ള മക്കളെ. ശുക്രിയ. തന്റെ ശുക്രിയൊക്കെ ഞങ്ങൾ മനസ്സിലായി. താൻ വണ്ടിയിലോട്ട് കയറിക്ക്. നെടുമുടി പിടിച്ചേട്ടൻ ഇതിൽ അമ്മാന്റെ വേഷം ചെയ്യണം. എടുത്തു. ഇവിടെ വന്നിട്ട് അമ്മാവന്റെ വേഷം ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ എന്താ പറയാ, ഇവിടെയൊന്നും കിട്ടിയില്ല. അവിടെ വല്ലതും കിട്ടിയോ? എനിക്കിപ്പോ എന്റെ കയ്യിൽ നിന്ന് കിട്ടും. വണ്ടിയിലോട്ട് കയറിക്ക്. തിലകൻ ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇയാളോട് എന്ത് ചോദിച്ചാൾക്ക് മാത്രമേ ഇയാൾക്ക് പറയാനുള്ളൂ. തിലകൻ ചേട്ടൻ വണ്ടിയിലോട്ട് കയറിക്ക്. അല്ല എടോ ശ്രീനിവാസ, താനിത് അങ്ങോട്ടാ പോകുന്നത്? എടോ താനിതിൽ കഥയും തിരക്കഥയൊക്കെ എഴുതണം.
കുണക്കിട്ട കോഴി കുളക്കോഴി കുന്നിൻ ചരിവില വയറ്റാട്ടി നീ കേട്ടോ ശ്യാമളെ എന്തൊക്കെയാണ് പെർഫോമൻസ്? കോഴി ഓടിക്കുന്നു, ഏത്തപ്പഴം പുഴുങ്ങുന്നു. ഞാനിപ്പോ ഏത്തപ്പഴം പുഴുങ്ങണ്ട, വണ്ടിയിലോട്ട് കയറിക്കേ. എടോ ജഗദീഷേ, തനിക്കൊന്നും പറയാനില്ലേ? തോന്നുന്നത് സത്യമായിട്ട് സ്മെല്ലില്ലട്ടോ. ബാച്ചിലേഴ്സിന് ഓരോ പ്രോബ്ലംസ്. തന്റെ ഓരോ പ്രോബ്ലംസ്. താനും വണ്ടിയിലോട്ട് പെട്ടെന്ന് കയറിക്കേ. അങ്ങനെ വണ്ടിയിൽ എല്ലാവരുമായി. ഇനി നമുക്ക് നായകന്മാരെ തിരഞ്ഞെടുക്കണം. ഇവിടെ മമ്മൂട്ടി മോഹൻലാലും ഉണ്ട്. മമ്മൂട്ടിയുടെ അഭിപ്രായം എന്താ? അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നീ പഠിച്ചു കൂട്ടിയ ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. തന്റെ അനുഭവം ഞങ്ങൾ മനസ്സിലായി. ഇവിടെ മോഹൻലാലുണ്ട്. മോഹൻലാലിന്റെ അഭിപ്രായം എന്താ? ഇടോ കുളപ്പുള്ളി അപ്പൻ എന്ന പേരുള്ള തൊഴിലക്ഷക്കാരൻ. താൻ ആരാടോ നാട്ടരാജൻ? തന്റെ കളരിയിൽ തടയുന്ന നമ്പറിലാണ് ചെലവാകും. തന്റെ നമ്പറൊന്നും ഇവിടെ ചെല്ലാവില്ല. മോഹൻലാൽ വണ്ടിയിലോട്ട് കയറിക്കേ. ഇനി നമുക്ക് വില്ലന്മാരെ തിരഞ്ഞെടുക്കണം. ഇവിടെ സിദ്ദീഖും സായികുമാറും ഉണ്ട്. സിദ്ദീഖിന്റെ അഭിപ്രായം എന്താ? അമ്മച്ചി ഇത് ആരെ തോപ്പിക്കുകയാണ്? പണ്ട് പാകത്താണെങ്കിൽ അപ്പച്ചന്റെ കൈ പിടിച്ചു കൊടുക്കുന്ന പഴക്കിന്. പക്ഷെ ഇതൊന്നുമല്ല. മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും ഒക്കെ. പിന്നെ അമ്മച്ചിക്ക് എന്നോട് ഇത്ര വാശി. ഞാനും കൊമ്പനക്കാട്ടെ മാത്തിക്കുട്ടിയുടെ മോൻ തന്നെയാ. എനിക്കും കാണും വാശി. തന്റെ വാശിയൊക്കെ തന്റെ വീട്ടിൽ വെച്ചാൽ മതി. സായികുമാർ ഇതിൽ വില്ലന്റെ വേഷം ചെയ്യണം. സായികുമാറിന്റെ അഭിപ്രായം എന്താ? വാസന്തി, നീ മിടുക്കിയ. മിടുക്കിന്ന് വെച്ചാൽ മിടുമിടുക്കി. നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വിനീതനങ്ങനെ പദം പറ്റും. ആർക്കായാലും പറ്റും. അത്രയ്ക്ക് സുന്ദരിയാണ് നീ. ഇനി ഇതിന്റെ പേരിൽ നിനക്ക് വല്ല കയ്യബദ്ധവും പറ്റിയാൽ, അതായത് ആരോടെങ്കിലും പോയി പറഞ്ഞാൽ നീയും നിന്റെ കുടുംബവും നിന്ന് കത്തും. അങ്ങനെ സംഭവിച്ച രാമന്റെ കണ്ണോപ്പറേഷൻ നടക്കുവോ? രാമന്റെ കണ്ണോപ്പറേഷൻ നടക്കണ്ടേ? വേണം. എന്നാൽ വാസന്തി ചെല്ലി, ഞാൻ രാമുവിനെ അവിടെ നിന്ന് കണ്ടോളാം. ഞാൻ അവിടെ പോയി കാണണ്ട. രാമു വണ്ടിയുണ്ട്. അങ്ങനെ ഇവന്മാരുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി. നമുക്ക് പ്രധാന വില്ലനെ വിളിക്കാം. എടോ KP ഉമറെ, ഞാനിത് എവിടെയാണോ? മഹേഷ്, നിന്റെ വികാര ഫലിതമായി മുഖം കാണുമ്പോൾ ഞാനാകെ കൂരിത്തരിച്ചു പോവുകയാണ്. സംവത്സരങ്ങൾ താണ്ടിയാണ് ഞാൻ നിന്നോട് കാണാൻ വന്നിരിക്കുന്നത്. നീ എന്നോട് സഹകരിച്ച് നിനക്ക് ഞാൻ ഓംപ്ലേറ്റ് വാങ്ങിത്തരാം, ബൂട്ട്സ് വാങ്ങിത്തരാം. അതല്ലെങ്കിൽ എതിർക്കാനാണ് പോകുമെങ്കിൽ ബലാത്സംഗം ചെയ്ത് നശിപ്പിക്കുന്നതേയും. ഞാനൊരു വികാരജീവിയാണ്. അങ്ങനെ വണ്ടിയിൽ എല്ലാവരുമായി. ഇനി വണ്ടിയുടെ ഡ്രൈവർ നോക്കണം. എടോ മാമുക്കുവേ, താനിത് എവിടെയാണോ? അസ്സലാമലൈക്കും മക്കളെ, അസ്സലാമലൈക്കും. ഇത് നമ്മളാണ് മാമുക്കോയ. നമ്മളൊരു പാട്ട് പാടും. എല്ലാ പഹയന്മാരും ഒന്ന് കൈയടിക്കണം കേട്ടാ. കൈയടിക്കണം മക്കളെ. തെക്കേലെ കാതർ കടപ്പിലായി വലിയ വിവാത്തുവല കൊണ്ട് തലക്കടിച്ച് കൊന്റെ തലമണ്ട നോക്കിയോർ പടപടച്ച്. ഇതോടുകൂടി എന്റെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കൈയടിച്ചു.